ഞങ്ങൾക്കിന്ന് അതിരാവിലെ തൃശ്ശൂരൊന്ന് എത്തണം. അവിടെ ഒരു 7-8 മണിക്ക് തൃശ്ശൂരെത്തേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതിന് തിരക്കിട്ടിട്ടുള്ള പരിപാടിയിലാണ്. രാവിലെ ഫുഡെല്ലാം കഴിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. വന്നിട്ട് പിന്നെ ഫുഡ് വെക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടുള്ള തിരക്ക് പരിപാടിയിലാണ് അമ്മി മോളും കൂടി. രാവിലെ ചിക്കനെല്ലാം വറുത്തിട്ടുണ്ട്, മീനും വറുത്തിട്ടുണ്ട്, ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്, സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം നല്ല തിരക്കിലാണ് രണ്ടുപേരും. ഉപ്പേരിക്കുള്ള കഷ്ണമെല്ലാം മോള് മുറിച്ച് വെച്ചിട്ടുണ്ട്. സാമ്പാറായി കഴിഞ്ഞു. സാമ്പാറായി ചോറും കഴിച്ചിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് തൃശ്ശൂരിലെത്തിയിട്ട് ഞങ്ങൾ അവിടെ പോയ കാര്യങ്ങളെല്ലാം ക്ലിയറായി കഴിഞ്ഞു. കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വടക്കേ സ്റ്റാൻഡിൽ വന്നു കേട്ടോ. വടക്കേ സ്റ്റാൻഡിൽ വന്നിട്ട് ഞങ്ങളവിടെ തന്നെ ഇന്ന് കറങ്ങിയിട്ട് ഞങ്ങൾ വടക്കേ സ്റ്റാൻഡിൽ നിന്നാണ് ഞങ്ങൾക്കുള്ള ബസ്. അപ്പോൾ വടക്കേ സ്റ്റാൻഡിൽ ഞങ്ങളവിടെ പാർക്കിൻ്റെ അവിടെ നിന്ന് പോയി. അവിടെ സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ്, വടക്കേ സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് പാർക്ക്. നെഹ്റു പാർക്ക് എന്ന് പറയും. അതാണ് നെഹ്റു പാർക്ക് 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടേ തുറക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. 2 മണിക്കൂർ എങ്ങനെയും പിടിക്കും. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ 4 പുറമൊന്നും ഇങ്ങനെ കറങ്ങി. അതാണ് നെഹ്റു പാർക്കിൻ്റെ ഫ്രണ്ട് ഭാഗമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേറെ അപ്പുറത്ത് വഴിയുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങളവിടെ അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഈ ഐറ്റംസ് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. മോളൊക്കെ ഈ മാങ്ങ, അതേപോലെ നെല്ലിക്ക എല്ലാം ഉപ്പിലിട്ട് വെച്ചതാണ്. അതൊക്കെ അതിനോട് ഭയങ്കര താല്പര്യമുള്ള ആളാണ്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുകയാണ്. എല്ലാം ഉണ്ട്. പൈനാപ്പിളുണ്ട്, മാങ്ങ ഉണ്ട്, നെല്ലിക്ക ഉണ്ട്, അങ്ങനെ ഓരോന്ന് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് അവിടെ തന്നെ. അപ്പോൾ ഞങ്ങളതും വാങ്ങിയിട്ട് കുറച്ച് അവിടെ തന്നെ മരത്തിൻ്റെ അവിടെ തന്നെ പോയി കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ പോയി. അപ്പോൾ അവിടെ തന്നെ കുറച്ച് നേരം ഇരുന്നതിൻ്റെ ശേഷം അവിടെ തന്നെ ഉണ്ടല്ലോ പിന്നെ ബസ്, ഒറ്റപ്പാലത്തേക്ക് നേരെ ബസ് കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി. അങ്ങനെ ഒറ്റപ്പാലത്ത് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇവിടെ റോയലിലൊന്ന് വന്നു. റോയലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ റോയൽ ഒന്നും ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല.